വർക്കല നാരായണ ഗുരുകുലത്തിലെ ഒരു പ്രധാന സ്വാമി തന്മയ. യുക്തിപൂർവമുള്ളൊരു ചിന്ത, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സൂക്ഷ്മ ബുദ്ധി വരും. രക്ഷകർത്താക്കൾ പഠിപ്പിച്ച ഒരാളിനെ ഡോക്ടറാക്കുക, ഡോക്ടറായ ഒരാൾ ആത്മീയതയിലേക്ക് വരിക. വിദ്യ, അറിവുണ്ട്, സംഘടനാ വൈഭവമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു പ്യൂരിഫിക്കേഷൻ നടത്താൻ പറ്റും. എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ മാത്രം സ്വീകരിക്കുകയും മറ്റ് തലങ്ങളിലേക്ക് പോകാതിരുന്നത്? ഗുരുവിൻ്റെ കൂടെ കൂടിയ ആൾക്കാരുടെയും പലരുടെയും താതാത്മ്യം, ഐഡൻറ്റിറ്റി ഒരു ട്രൈബൽ ഐഡൻറ്റിറ്റിയാണ്, ഒരു റിലീജിയസ് ഐഡൻറ്റിറ്റി അല്ല. സ്വാമിമാരെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ മോശമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നു. സംഘടിതമായിട്ടാണ് രാജ്യം ഭരിക്കുന്നവരും ഈ രീതിയിലുള്ള പ്രഷർ ഗ്രൂപ്പുകളും കൂടി അവരുടെ സൗകര്യത്തിന് വേണ്ടി അവർ ഭൂരിപക്ഷത്തിനെ ഒഴിവാക്കാനും ഉള്ള ശ്രമം നടത്തുന്നത്. മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലെയും മറ്റ് ഉദ്യോഗസ്ഥരെ പോലെയും തന്നെ സ്വാമിമാർക്കും സമൂഹത്തിൽ ഒരു പ്രതിബദ്ധതയുണ്ട്. ഗുരു എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ജീവചരിത്രത്തിലൂടെയൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒരു അത്ഭുതവും ഒരു നിഗൂഢതയും, വണ്ടർ ആൻഡ് മിസ്റ്ററി ഗുരുവിൽ വരും. നമ്മൾ പോലും ആരാധിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സ് മാറി വരും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഈ ആധുനിക യുഗത്തിൽ ഇത് പോസിബിളാണോ? കാണുക എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7 മണിക്ക് ആനന്ദ് ടി.